കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ അധ്യാപകനായ ഡോക്ടർ എം.കെ. റാമിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ക്ലാസ് മുറിയിൽ വെച്ച് നിതിൻ രാജ് അധിക്ഷേപിക്കപ്പെട്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ടി.എസ്. ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആദർശ്, നമുക്കറിയാം കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ അധ്യാപകന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആദർശ്. വിനോദ്, ഈ അധ്യാപകൻ റാമിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ നിതിൻ രാജിനെ താൻ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ഈ ഹർജിയിൽ റാം പറഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും നിതിൻ രാജിനെതിരെ ജാതി അധിക്ഷേപം ഉണ്ടായിരിക്കുന്നു. അക്കാര്യം ഒരു സഹപാഠിയുടെ, നിതിൻ രാജിന്റെ സഹപാഠിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായി എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സുപ്രീം കോടതി നടപടി ഡോക്ടർ റാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. ഇനി അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു പോംവഴി. എന്തായാലും ഈ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ള ഡോക്ടർ റാമിന്റെ വാദം അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റാമിനെതിരെ അദ്ദേഹം ഈ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം അത് നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴെല്ലാം ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലടക്കം ഡോക്ടർ റാം തൻ്റെ ഭാഗത്തു നിന്നും ജാതി അധിക്ഷേപം ഉണ്ടായിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ റാമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജാതി അധിക്ഷേപം ഉണ്ടായി എന്ന പരാമർശവും ഒരു നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നത്. അത് ഈ കേസിൽ റാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹപാഠിയുടെ മൊഴിയുണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുകയാണ്. വിനോദ്, അതെ, സുപ്രീം കോടതിയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസിലെ പ്രതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയാണ്. ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ടി.എസ്. ആദർശ്.